ഹേ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമകളിലെ ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് ഫാക്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അനലൈസ് ചെയ്യുന്നത് 1993 റിലീസായി മധുമുട്ടം തിരക്കഥ എഴുതി ഫാസിൽ ഡയറക്റ്റ് ചെയ്ത മണിച്ചിത്രത്താഴ് എന്ന സിനിമയെക്കുറിച്ചാണ്. സോ ലെറ്റ്സ് ടോക്ക് സിനിമ. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും, മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. അപ്പോൾ മണിച്ചിത്രത്താഴിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടേഴ്സായിട്ട് സിബി മലയിൽ, പ്രിയദർശൻ ആൻഡ് സിദ്ദിഖ് ലാൽ എന്നിവരും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അന്ന് വരെയുള്ള മലയാള സിനിമയിൽ പ്രേതം എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വെള്ള സാരി ഉടുക്കുക, റോഡിൽ കൂടെ പാട്ടും പാടി നടക്കുക, ആളുകളുടെ കഴുത്ത് കടിച്ച് ചോര ഊറ്റി കുടിക്കുക, ഇതൊക്കെയായിരുന്നു കൺസെപ്റ്റ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സൈക്കോളജിക്കൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഒരേപോലെ കമ്പൈൻ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ്. അപ്പോൾ അന്നത്തെ പ്രേക്ഷകർ അത് കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മേ ബി നമുക്ക് മലയാള സിനിമയെ മണിച്ചിത്രത്താഴിന് മുമ്പും പിൻപും എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. കാരണം അതുവരെ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമയിൽ നിന്നൊരു ഡിഫറെൻറ്റ് സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ചായിരുന്നു മണിച്ചിത്രത്താഴിൻ്റേത്. ആ ഒരു ഇൻഫ്ലുവൻസ് പിന്നീട് ഇറങ്ങിയിട്ടുള്ള സിനിമകളിലെല്ലാം കാണാൻ കഴിയും. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സിനിമയിൽ ഒരു സബ്പ്ലോട്ടിനെ കുറിച്ചാണ്. അത് വിദഗ്ധമായിട്ട് ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സബ്പ്ലോട്ട്. അപ്പോൾ ഈ ഒരു സബ്പ്ലോട്ടിനെ കുറിച്ച് അന്നത്തെ സിനിമാ മാഗസിനായ വെള്ളി നക്ഷത്രത്തിലൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇത് എഗ്രി ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് വേറെ ആരും ഇങ്ങനെ വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ല. സോ അതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി. ആ സബ്പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഇഫ് നകുലൻ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ്. വേണമെങ്കിൽ ഗേ എന്നും പറയാം. പക്ഷേ ഗേ എന്നുള്ളതിനൊരു സാഹചര്യ തെളിവുകളൊന്നും ആ സിനിമയിൽ കാണാൻ കഴിയില്ല. പക്ഷേ നകുലന് സെക്സിനോട് താല്പര്യമില്ലെന്നുള്ളതിൻ്റെ തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഈ അടുത്തിടെ കല്യാണം കഴിഞ്ഞ നകുലനും ഭാര്യ ഗംഗയും കൂടെ നകുലൻ്റെ തറവാട്ട് വീട്ടിലേക്ക് വരുന്നതായിട്ടാണ്. നോട്ട് ദ പോയിന്റ്, ഈ അടുത്തിടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നൊരു സോങ് ആണ്. നിങ്ങൾ ഈ പാട്ടിൻ്റെ വരി ശ്രദ്ധിച്ചോ? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. വിജനമായ ഈ വഴിക്കിനി ആരും വരില്ലെന്ന് അറിയാമെങ്കിലും പ്രിയമുള്ള ആരെങ്കിലും ഒരാൾ വന്നായിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിക്കുന്ന ഗംഗയാണ് ഈ പാട്ടിൽ. ഒന്ന് ശ്രദ്ധിച്ചാൽ പുള്ളിക്കാരി ഭയങ്കര ശോകമായിട്ടാണ് ഈ പാട്ട് പാടുന്നതെന്ന് മനസ്സിലാവും. പിന്നെ ഈ അടുത്തിടെ കല്യാണം കഴിഞ്ഞ ഗംഗ ഞാനൊരു പൂക്കാത്ത മാങ്കൊമ്പാണെന്നും കൂടെ പറയുന്നുണ്ട്. അതിനർത്ഥം ഷീസ് എ വിർജിൻ. പോട്ടെ, അതൊന്നുമല്ല, പുള്ളിക്കാരി വെറുതെ ഒരു കവിത വായിക്കാമെന്ന് വാദിക്കാം. പക്ഷേ സിനിമയിൽ ഈ ഒരു പാട്ട് മാത്രം എഴുതിയേക്കുന്നത് നമ്മുടെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ മധുമുട്ടമാണ്. ബാക്കി പാട്ടുകളൊക്കെ എഴുതിയത് ബിച്ചു തിരുമലയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ ഈ ഒരു പാട്ട് മാത്രം എഴുതാൻ കാരണം എന്തായിരിക്കും? അതും പോട്ടെ. ഈ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഇവരുടെ ഒരു ബെഡ്റൂം സീനാണ്. അപ്പോൾ ആ സീനിൽ ഗംഗ ബെഡിൽ കിടക്കുന്നു, നകുലനാണെങ്കിൽ അപ്പുറത്ത് മാറിയിരുന്നിട്ട് എന്തോ കുത്തിക്കുറിക്കുന്നുണ്ട്. ഈ അടുത്തുള്ള കല്യാണം കഴിഞ്ഞവരാന്ന് ഓർക്കണം. ഇപ്പോൾ തന്നെ ഏകദേശം ഇവർ തമ്മിലുള്ള അകൽച്ച ക്ലിയർ ആണ്. എന്നിട്ടും ഗംഗ നകുലിനെ കിടക്കാൻ വിളിക്കുന്നുണ്ട്. പക്ഷെ നകുലിനാണെങ്കിൽ മൈൻഡേ ചെയ്യില്ല. കിടക്കാൻ നേരത്തെ വിളിച്ചേക്കണേ നകുലേട്ടാ, എനിക്ക് ഉറക്കം വരുന്നു. ആയിക്കോട്ടെ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇനി നമ്മൾ ഈ സിനിമ മൊത്തം പരിശോധിച്ചാലും നമുക്ക് ഇവർ തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് സീൻ ഒന്നും പോലും കാണാൻ കഴിയില്ല. പിന്നെ ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ ഫിലിം ആയതുകൊണ്ട് റൊമാൻറ്റിക് സീനിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഇനി മഹാദേവൻ്റെ കാര്യം എടുക്കാം. ഈ മഹാദേവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ആദ്യം ഗംഗ ശോകമായിട്ട് പാടിയ പാട്ട് ഒന്നും കൂടെ വരും. പക്ഷേ ഈ സമയം ഗംഗ ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിക്കാരിക്ക് ഏറെ ആരാധനയുള്ള ഈ മഹാദേവൻ തൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് എന്നറിഞ്ഞിട്ടുള്ളതിൻ്റെ സന്തോഷമാണ്. ഇനി സിനിമയിൽ ത്രൂ ഔട്ട് ശിവൻ്റെ റെഫറൻസ് പലയിടത്തായിട്ട് കാണിച്ചിട്ടുണ്ട്. ശിവൻ്റെ ഫോട്ടോ ആയാലും ഓം സിമ്പൽ ആയാലും അങ്ങനെ പലയിടത്തും സറ്റിലായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പേര് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗംഗ എന്ന പേരിന് നകുലിനേക്കാളും കൂടുതൽ കണക്ഷൻ ഉള്ളത് ശിവനുമായിട്ടാണ്. കാരണം പുരാണങ്ങളിൽ പറയുന്നത് ഗംഗ ഉത്ഭവിക്കുന്നത് ശിവന്റെ ജടയിൽ നിന്നാണ്. ഇനി പാർവതി ദേവി കാണാതെ ഈ ഗംഗയെ ശിവൻ ജടയിൽ ഒളിപ്പിച്ചൊരു കഥയുണ്ട്. പക്ഷെ സിനിമ വരുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ സെക്ഷൽ പ്രസൻസ് ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത ഗംഗ മഹാദേവനോടുള്ള സെക്ഷൽ ഡിസയർ ഒളിപ്പിക്കുകയാണ് നാഗവല്ലിയുടെ രൂപത്തിൽ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നാഗവല്ലി എന്നുള്ള ക്യാരക്ടർ ഈ ഗംഗ ക്രിയേറ്റ് ചെയ്തായിരിക്കത്തില്ലേ? ആ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ പുറത്തു വന്നതായിരിക്കില്ലേ ആ കഥകളി രാത്രിയിലന്ന് സംഭവിച്ചത്? ഇനി നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ഡോക്ടർ സണ്ണി വന്നിട്ട് ഇതേപോലെ നകുലിനോട് പറയും ശ്രീദേവിയായിട്ട് അമ്പലത്തിലൊക്കെ പോകാൻ പറയും. ഈ ഗംഗയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഗംഗയ്ക്കാണെങ്കിൽ ഇതിന് എതിർപ്പൊന്നുമില്ല. കാരണം എന്താ? ഇനി ശ്രീദേവി അല്ല, ഇനി ഐശ്വര്യ റായ് വന്ന് വിളിച്ചാൽ പോലും ഒന്നും നടക്കൂലെന്ന് ഗംഗയ്ക്കറിയാം.
പക്ഷേ ഇതൊന്നും കണ്ടുപിടിച്ചത് ഞാനല്ല. പണ്ട് സിനിമ ഇറങ്ങിയിട്ട് ഇതേപോലെ റിവ്യൂ ചെയ്യാനും പോസ്റ്റ് ഇടാനും ഒന്നും ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് വെള്ളി നക്ഷത്രം എന്ന സിനിമാ മാഗസിനിൽ കലവൂർ രവികുമാർ എന്ന അതിൻ്റെ എഡിറ്റർ ഇതേപോലെ ഒരു ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഈ ഫൈൻഡിങ്സ് എല്ലാം കൂടെ ചേർത്ത് സിനിമയുടെ റൈറ്ററായ മധുമുട്ടത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. അപ്പോൾ പുള്ളിയെടുത്ത് ഈ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് ഒരാളെങ്കിലും കണ്ടുപിടിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു പുള്ളിക്ക്. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് ഡയറക്ടർ ഫാസിലിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ സമ്മതിച്ചതാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് ഈ സുരേഷ് ഗോപിക്ക് പോലും ഈ കാര്യം അറിയത്തില്ലെന്നായിരുന്നു. മേ ബി അന്നത്തെ ഓഡിയൻസ് കുറച്ച് കൺസർവേറ്റീവ് ആയതുകൊണ്ടും ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഈ സബ്പ്ലോട്ട് സട്ടിലായിട്ട് കൈകാര്യം ചെയ്തത്. ചിലപ്പോൾ സിനിമയുടെ വിജയത്തിനെ തന്നെ അത് ബാധിച്ചേനെ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ മണിച്ചിത്രത്താഴ് ഒന്നുകൂടെ കണ്ടു നോക്ക്.